അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ നാമമായ അർ റഹീം എന്ന ഇസ്മിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പല രഹസ്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. റഹ്മത്ത്, അതായത് കാരുണ്യം എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് റഹീം എന്ന പദവും ഉത്ഭവിച്ചത്. റഹ്മത്ത് എന്ന പദവും അതിൽ നിന്ന് ഉളവാകുന്ന മറ്റു പദങ്ങളും ഖുർആനിൽ 325 പ്രാവശ്യം വന്നിട്ടുണ്ട്. റഹ്മാൻ എന്ന പദം 57 പ്രാവശ്യവും റഹീം എന്ന പദം 114 പ്രാവശ്യവും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. സൂറത്തു തൗബ ഒഴികെയുള്ള 113 അധ്യായത്തിലുള്ള ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഉൾപ്പെടെ ആണ് ഈ കണക്ക്. അതുകൂടി ഉൾപ്പെടുത്തിയാൽ റഹ്മാൻ 170 റഹീം 227 തവണ ആവർത്തിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദുനിയാവിൽ അനുസരിച്ചവർക്ക് മാത്രം പാരത്രിക ലോകത്ത് പ്രത്യേകം അനുഗ്രഹം ചെയ്യുന്നവൻ എന്നതാണ് പണ്ഡിതന്മാർ ചിലർ ഇതിന് നൽകിയ ഒരു അഭിപ്രായം. എല്ലാറ്റിലും നിറഞ്ഞു നിന്ന് പ്രപഞ്ചത്തിൽ പ്രകടിതമാകുകയും പ്രകാശിതമാകുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത്. എന്നാൽ എല്ലാ സൗന്ദര്യത്തിൻ്റെയും അടക്കം എത്തിച്ചേരുന്ന ദിവ്യമായ സങ്കേതവും അഭയവുമാണ് അള്ളാഹുവിൻ്റെ റഹീമിയത്ത്. അർഹതപ്പെട്ടവർക്ക് മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സ്രോതസ്സാണിത്. ആ സ്രോതസ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഇഹലോകത്തും പരലോകത്തും ആത്യന്തികമായി കാരുണ്യം അനുഭവവേദമായി തീരുകയുള്ളൂ. എന്നാൽ ഭൂമിയിൽ കരുണ കണ്ടെത്തിയവർ അടുത്ത ഘട്ടത്തിൽ സ്വർഗത്തിലും അത് കണ്ടെത്തും. ഐഹിക ലോകത്ത് വെച്ച് കാരുണ്യത്തിന് നേരെ കണ്ണടിച്ചിട്ട് ഇരുടാക്കിയാലോ അതിൻ്റെ സ്രോതസ്സിലേക്കുള്ള കവാടവും കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ റഹീമിയത്ത് അനുഭവവേദമാകാത്തവർ ദൈവകോപത്തിന് വിധേയരായവരാണ്. അവർക്ക് ഐഹിക ജീവിതത്തിൽ പ്രതിഭാസികമായി വെളിപ്പെട്ട റഹ്മാനിയത്ത് റഹീമിയത്തിന് മറയായി നിൽക്കും. പ്രസിദ്ധ സൂഫി ദർശകനായ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു തൻ്റെ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ വിവരിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. റഹ്മാൻ എന്ന സംജ്ഞ പോലെ തന്നെ റഹീം എന്ന ഇസ്മും റഹ്മത്ത്, അതായത് കാരുണ്യം എന്ന മസ്ദർ ധാതുവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്നാൽ റഹ്മാൻ എന്ന ഇസ്മിന് അർത്ഥവ്യാപ്തി കൂടും. കാരണം വിജയികളിലും പരാജിതരിലും കാരുണ്യക്കടലൊഴുക്കുന്നവൻ എന്ന അർത്ഥവ്യാപ്തി ഇതിനുണ്ട്. റഹീമാകട്ടെ വിജയികളായ സൗഭാഗ്യന്മാരിൽ മാത്രം കരുണാസാഗരം ഒഴുക്കുന്നവൻ എന്ന അർത്ഥത്തെ മാത്രമേ കുറിക്കുന്നുള്ളൂ. റഹ്മാനിനെ പോലെയുള്ള അർത്ഥവ്യാപ്തി ഇവിടെയില്ല. റഹ്മാനിലെ കാരുണ്യം ശിക്ഷ കലർന്നതാണ്. ദുർഗന്ധവും കയ്പും ഒത്തുകൂടിയ കഷായം ഇതിനൊരു ഉദാഹരണമാണ്. റഹീം എന്ന ഇസ്മിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട്. അള്ളാഹു തൻ്റെ വിശേഷണ പ്രപഞ്ചങ്ങൾക്കും സംജ്ഞാപ്രപഞ്ചങ്ങൾക്കും ചുരുത്തിക്കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണവ. കയ്പും ദുർഗന്ധവും കലപ്പും തൊട്ട് തീണ്ടുക പോലും ചെയ്യാത്ത അനുഗ്രഹവർഷത്തിൻ്റെ തുടക്കമാണിത്. ഒരു നേത്രവും ദർശിക്കാത്തതും ഒരു ശ്രവണപുടവും ശ്രവിക്കാത്തതുമായ പല സംഗതികളും ദർശിക്കാനും ശ്രവിക്കാനും അനുവദിച്ച് നമുക്ക് ആസ്വദിക്കാൻ, അതായത് സായുജ്യമടയാനും അവർക്ക് സാധിക്കുന്നു. റഹീം എന്ന ഇസ്മിൻ്റെ കാര്യം അതിലടങ്ങിയിട്ടുള്ളത്. ആകെ റഹ്മാൻ എന്ന ഇസ്മിൻ്റെ നേത്രങ്ങളാണ് റഹീം എന്ന ഇസ്മ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ കണ്ണുകളെ എടുക്കാം. മനുഷ്യ ശരീരത്തിൽ അവക്കുള്ള സ്ഥാനം ചെറുതല്ല. അതേ സമയത്ത് കണ്ണുകളെ ഉൾക്കൊള്ളാൻ ശരീരത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അതിനാൽ റഹീമിലുള്ള അത്ര ഇല്ലെങ്കിലും കാരുണ്യം റഹ്മാനിലും ഉണ്ട്. റഹ്മാൻ റഹീം എന്ന സംജ്ഞകൾ ഒന്നാം നിരയിലുള്ള ദിക്റുകളാണ്. അത് രണ്ടും വെള്ളിയാഴ്ച പകൽ ഏത് തരം വിഷമിക്കുന്ന ആളുകൾക്കാണെങ്കിലും ദുഃഖിക്കുന്ന ആളുകൾക്കും അഭയം കൽപ്പിച്ചിട്ടുള്ള ഈ ഒരു 2 ഇസ്മുകളാണ് അർ റഹ്മാൻ അഥവാ അർ റഹീം. ഇനി വെള്ളിയാഴ്ച പകൽ മോതിരത്തിൽ ഇത് കൊത്തി അണിഞ്ഞാൽ ഏതവസ്ഥയിലും അയാൾ സുരക്ഷിതനായിരിക്കും. അത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ ഒരു നാമം മോതിരത്തിൽ കൊത്തിയിട്ട് നമ്മൾ ധരിക്കേണ്ടത്. ഇനി നമുക്കൊരാളോട് ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവർ നമ്മുടെ സ്നേഹപാത്രമായി തീരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാമത്തിനെ വല്ല ഭക്ഷണ സാധനത്തിലോ മധുര പലഹാരത്തിലോ നമുക്ക് ഈ ഇസ്മിനെ ഉരുവിട്ട് നമുക്കവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരുണ്ടാവും സ്നേഹപാത്രമായി തീരും. നമ്മളെ വിട്ട് പിരിയാൻ കഴിയാത്ത അത്രയും നല്ല സ്നേഹമായിട്ട് തീരും. പതിവായി ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നവൻ ദയാലുവും മർത്തരുടെ സ്നേഹപാത്രവും സജ്ജനങ്ങളുടെ നായകനും ഒക്കെ ആയിത്തീരും. 500 തവണ ഈ ദിവ്യനാമം ഉച്ചരിച്ചാൽ പതിവാക്കിയാൽ ജനങ്ങളുടെ
സ്നേഹാദരവുകൾ നേടിയെടുക്കാൻ കഴിയുന്നതും അവരുടെ നേതാവായി തീരുന്നതുമാണ്. എപ്പോഴും ചൊല്ലൽ പതിവാക്കിയാൽ ദുആകളെല്ലാം സ്വീകരിക്കപ്പെടും റബ്ബ്. അതായത് നമ്മൾ ഈ ഒരു ഇസ്മിനെ റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ ഈ നാമത്തിന് എപ്പോഴും ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ദുആകളും അള്ളാഹു സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമുക്ക് എന്ത് നാശങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കുന്നതുമാണ്. ഇബ്രാഹിം എന്ന പേരുള്ളവർക്ക് ഈ നാമം പതിവാക്കി ചൊല്ലൽ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും നിസ്കാരശേഷം റഹ്മാൻ റഹീം എന്ന് പല തവണ ഉരുവിടുകയാണ് അവൻ്റെ മനസ്സിൽ നിന്ന് കാഠിന്യം, മറവി, അശ്രദ്ധ ഇല്ലാതാകുകയും ചെയ്യും. ഓരോ ദിവസവും 100 വീതം യാ റഹീം എന്ന വിശുദ്ധ നാമം ഉരുവിട്ടാൽ സർവരും റബ്ബിനോട് മുമ്പിൽ ദയ കാണിക്കുന്നവരുമായിത്തീരും. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ള കഴിവുകൾ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഫലം അറിഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ ഈ ഒരു നാമം ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പല അത്ഭുത നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാനാവും. അതുപോലെ അതിൻ്റേതായ ചിട്ടയിൽ നിസ്കരിച്ചും കളാതെ നിസ്കരിക്കുക, ദുആ ചെയ്യുക,